ശത്രുതയുടെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? ശത്രുതയുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ അസൂയയാണ്. അസൂയ വളരെ അപകടകരമായ ഒന്നാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിലോ മനസ്സിലോ അസൂയയ്ക്ക് സ്ഥാനം നൽകരുത്. അസൂയ ബാധിച്ചൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്ത് ലഭിക്കില്ല? ഒരിക്കലും ഒരു സമാധാനം ലഭിക്കില്ല. അയാൾക്കിനി എന്തൊക്കെ തന്നെ അയാൾക്കുണ്ടെങ്കിലും അയാൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയാകണം, നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാകണം. ഞാൻ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്ത ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, അസൂയയൊക്കെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? അസൂയയ്ക്ക് സ്ഥാനം നൽകരുത്. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു സർപ്പം ഒരിക്കലൊരു മിന്നാമിനിങ്ങിനെ വിഴുങ്ങാനായി ഓടിക്കുകയാണ്. മിന്നാമിനിങ്ങാണെങ്കിൽ ജീവനും കൊണ്ട് പായുകയാണ്. ഒരുപാട് നേരം പിന്തുടർന്നു. ഒടുവിൽ ഇരുവരും കുഴഞ്ഞു. ഈ സമയത്ത് സർപ്പവും കുഴഞ്ഞു, മിന്നാമിനുങ്ങും കുഴഞ്ഞു. മിന്നാമിനുങ്ങ സർപ്പത്തോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. അതായത്, അല്ലയോ സർപ്പമേ, ഞാൻ നിന്റെ ഭക്ഷണ ശൃംഖലയിൽ പെടുന്ന ഒന്നല്ല, പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊല്ലാനായിട്ട് പാണെടുക്കുന്നത്? രണ്ടാമത് ഒരു ചോദ്യം കൂടി മിന്നാമിനുങ്ങ സർപ്പത്തോട് ചോദിച്ചു. ഞാൻ നിന്നോട് യാതൊരു ദ്രോഹവും പ്രവർത്തിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് നീ എന്നെ കൊല്ലാനായിട്ട് പാണെടുക്കുന്നത്? ഇനി മാത്രവുമല്ല, എന്നെ ഭക്ഷിച്ചാൽ നിന്റെ വിശപ്പ് മാറുകയുമില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിനക്ക് എന്നെ കൊല്ലാതെ വിട്ടുകൂടെ എന്ന് മിന്നാമിനുങ്ങ സർപ്പത്തോട് ചോദിക്കുകയാണ്. ഇതിന് സർപ്പം പറഞ്ഞ മറുപടി, മിന്നാമിനുങ്ങേ, നീ എൻ്റെ ഭക്ഷണ ശൃംഖലയിൽ പെടുന്ന ഒന്നല്ല. നിന്നെ ഭക്ഷിച്ചാൽ എൻ്റെ വിശപ്പ് മാറുകയുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചാൽ, നിന്നിലെ തിളക്കം എന്നെ വല്ലാതങ്ങ് അസ്വസ്ഥമാക്കുന്നു. നിന്നിലെ തിളക്കം കണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അസൂയ, എനിക്ക് ക്രമാതീതമായിട്ട് അസൂയ ഉണ്ടാകുന്നു. അസൂയാകുന്ന തീയിൽ ഞാൻ വെന്തെരിയുകയാണ്. നിന്നെ മിന്നാമിനുങ്ങായി നിന്നെ വേട്ടയാടി നശിപ്പിച്ചാൽ മാത്രമേ എനിക്ക് അസൂയാകുന്ന ആ അഗ്നിയിൽ നിന്നും എനിക്കൊരു മോചനം ഉണ്ടാവുകയുള്ളൂ എന്ന് ആര് പറയുന്നു? സർപ്പം മിന്നാമിനുങ്ങിനോട് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സർപ്പത്തിന് മിന്നാമിനുങ്ങിനോടുള്ള അസൂയ നിമിത്തമാണ് സർപ്പം മിന്നാമിനുങ്ങിനെ ആക്രമിക്കാനായിട്ട് മുതിരുന്നത്. അല്ലാതെ മിന്നാമിനുങ്ങ സർപ്പത്തോട് യാതൊരു ദ്രോഹവും പ്രവർത്തിച്ചിട്ടില്ല. മിന്നാമിനുങ്ങാണെങ്കിൽ തീരെ ചെറിയൊരു ജീവിയാണ്. സർപ്പമാണെങ്കിൽ മിന്നാമിനുങ്ങിനേക്കാൾ എത്രയോ വലുതാണ്. മാത്രവുമല്ല, മിന്നാമിനെ ഭക്ഷിച്ചാൽ സർപ്പത്തിന് വിശപ്പ് മാറുകയില്ല. പക്ഷേ സർപ്പം മിന്നാമിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ അസൂയയ്ക്ക് അല്പം ശമനമുണ്ടാകും. അത്രയേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ എന്തു പാടില്ല? അസൂയയ്ക്ക് സ്ഥാനം നൽകരുത്. നമ്മൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ഓണം പോലെ ഉള്ളത് കൊണ്ട് രാജാവിനെ പോലെ കഴിയുക കേട്ടോ. മനസ്സിലൊരിക്കലും ശത്രുതയ്ക്ക് സ്ഥാനം നൽകരുത്. നമ്മളുടെ കഴിവിലും ഈശ്വരൻ നമുക്ക് നൽകിയ നന്മയിലും നമ്മൾ എന്ത് ചെയ്യുക? സന്തുഷ്ടരാകുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 ഓണാശംസകൾ നേരുകയാണ്. വിഷ് യു എ വെരി വെരി ഹാപ്പി ഓണം.